എല്ലാവർക്കും ശിക്ഷ വാങ്ങി നൽകലല്ല പ്രോസിക്യൂട്ടറുടെ ജോലിയെന്ന് ജഡ്ജി ഹണി എം വർഗീസ്. പ്രോസിക്യൂട്ടറുടെ ചുമതല സമൂഹത്തോടാണ്. പോലീസ് കൊണ്ടുവരുന്ന എല്ലാ കേസുകളിലും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നതല്ല പ്രോസിക്യൂട്ടറുടെ ജോലിയെന്നും കൊച്ചിയിൽ നിയമ ബോധവൽക്കരണ ക്ലാസിൽ പരാമർശം. ഇവിടുത്തെ ഇന്നത്തെ സ്റ്റേറ്റ് ഓഫ് കോണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസിക്യൂട്ടേഴ്സും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സും ആ ശ്രേണിയിലുള്ളവരാണ്. അവരോട് എനിക്കൊരു റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, ആ സമയത്താണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ ഒരു അത്രയും രൂഢമൂലമായിട്ടുള്ള ഒരു ചിന്തയുണ്ട്. പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന നടത്തുന്ന എല്ലാ കേസുകളും കൺവിക്ഷൻ വാങ്ങിച്ചു കൊടുക്കലാണ് പ്രോസിക്യൂട്ടേഴ്സിന്റെ ചുമതല എന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. കൺവിക്ഷനിലേക്ക് എത്തിക്കുക എന്നതിലല്ല നിൽക്കുന്നത്, നേരെ മറിച്ച് പ്രോസിക്യൂട്ടേഴ്സിന്റെ ഉത്തരവാദിത്തം ടു ദി സൊസൈറ്റിയാണ്. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം ലംഘിച്ച് വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് അലക്ഷ്യമായാണ് വിചാരണ കോടതിയിൽ കൈകാര്യം ചെയ്തത്. മാർഗനിർദ്ദേശം ലംഘിച്ച് ശിർസ്ദാർ താജുദ്ദീനെ മെമ്മറി കാർഡ് ഏൽപ്പിക്കുകയും ചെയ്തു. മെമ്മറി കാർഡ് പരിശോധിക്കുമ്പോൾ മൊബൈൽ ഫോൺ അനുവദിക്കരുത് എന്ന നിർദ്ദേശവും പാലിച്ചില്ല. താജുദ്ദീൻ സ്വന്തം മൊബൈലാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത്. സർവത്ര നിയമലംഘനങ്ങൾ, നീതി നിഷേധം, ഇതൊക്കെയാണ് അതിജീവിതയെ സംബന്ധിച്ച് നടന്നിരിക്കുന്നത്. നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും ഇത് രണ്ടും അതീവ സുരക്ഷിതമായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശം 2019 നവംബർ 29 സുപ്രീം കോടതി വിചാരണ കോടതിക്ക് നൽകിയത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് തന്നെ പുറത്തിറക്കിയിരുന്നു സുപ്രീം കോടതി. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഈ ഉപകരണങ്ങളൊന്നും ഈ മെമ്മറി കാർഡ് പരിശോധിക്കുന്ന ഘട്ടങ്ങളിൽ ആ പരിസരത്തെ കൊണ്ടുവരാൻ പോലും പാടില്ല. അടച്ചിട്ട കോടതിയിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അഭിഭാഷകർക്ക് മാത്രമേ ഇത് പരിശോധിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. അത്തരമൊരു നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തിയാണ് 2021 ജൂലൈ 19 വിചാരണ കോടതിയിൽ ചെസ്റ്റിൽ സൂക്ഷിച്ച മെമ്മറി കാർഡ് എടുത്ത് ജഡ്ജ് ഹണി എം വർഗീസ് അവിടെയുള്ള ശിരസ്തദാർ കൈമാറുന്നത്, താജുദ്ദീന് കൈമാറുന്നത്. താജുദ്ദീൻ അത് അന്ന് ഉച്ചയ്ക്ക് 12:19 മുതൽ 12:54 വരെയുള്ള ദീർഘനേരം തന്റെ സ്വന്തം മൊബൈൽ ഫോൺ, വിവോ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചു എന്നതാണ് കണ്ടെത്തൽ. ഇത് ജഡ്ജ് ഹണി എം വർഗീസ് അന്വേഷണത്തിലാണ് ഈ വിവോ മൊബൈൽ ഫോൺ താജുദ്ദീൻ്റെതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വിവോ ഫോണിലാണ് പരിശോധിച്ചെന്ന് കണ്ടെത്തിയത് തിരുവനന്തപുരത്തേക്ക് FSL ലാബാണ്. ഏതായാലും ആ റിപ്പോർട്ട് ജഡ്ജ് കൃത്യസമയത്ത് ഹൈക്കോടതിയിൽ നൽകിയില്ല എന്നടക്കമുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതിനൊപ്പം തന്നെ നേരത്തെ ദിലീപിന്റെ അഭിഭാഷകരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇത്തരമൊരു ഉത്തരവ്. അന്ന് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ തങ്ങൾക്ക് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് സുപ്രീം കോടതി ഇത്തരമൊരു മാർഗനിർദ്ദേശം തന്നെ നടിയാക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അടക്കമുള്ള പീഡന ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ജഡ്ജ് ഹണി എം വർഗീസിന് അറിയാം. കാരണം ദിലീപിനും അഭിഭാഷകർക്കും മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ചു തന്നെയാണ് അവസരം നൽകിയത്. പക്ഷേ 2021 നവംബർ 10 ജൂലൈ 19 ഈ മെമ്മറി കാർഡ് ഈ ശിരസ്ദാർ താജുദ്ദീന് കൈമാറുമ്പോൾ ഈ മാർഗനിർദ്ദേശങ്ങളൊന്നും പാലിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ആ മെമ്മറി കാർഡ്, ആ പെൻഡ്രൈവ് അടക്കം അനധികൃതമായി, നിയമവിരുദ്ധമായി ഈ മൊബൈൽ ഫോണിലും മറ്റ് ഡിജിറ്റൽ ഡിവൈസുകളിലും പരിശോധിക്കാൻ ഇടയായത്. ഏതായാലും ഈ കാര്യത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് അതിജീവിത ഉയർത്തുന്നത്. ഈ മൊബൈൽ ഫോൺ തന്നെ പിന്നീട് നഷ്ടമായി, തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിൽ നഷ്ടമായെന്ന മൊഴി ജഡ്ജിന് നൽകിയെന്ന് ജഡ്ജിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ മൊഴി തന്നെ സംശയാസ്പദമാണെന്ന ആരോപണം അതിജീവിത ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞു. ഏതായാലും ഇതിൽ പോലീസിന്റെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്ന ആവശ്യമുയർത്തിയുള്ള ഹർജിയിൽ മെയ് 30 വാദം കേൾക്കുന്നു. അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിവരം വരുന്നത്. വിചാരണ കോടതി ജഡ്ജ് ഹണി എം വർഗീസ് തന്നെ ഈ ചട്ടങ്ങൾ, സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തി മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിക്കാൻ താജുദ്ദീന് അവസരം നൽകിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.